മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഒഴിവാക്കാൻ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആപ്പിലും സൈറ്റിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. പേര് ചേർക്കാനും തിരുത്താനും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നിർബന്ധിതമാക്കി. വോട്ട് മോഷണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബല്ല, പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്ന് ജയറാം രമേശ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ നയം വ്യക്തമാക്കി NSS. വിശ്വാസ പ്രശ്നത്തിലെ ഇടത് സർക്കാരിന്റെ നിലപാട് മാറ്റം സ്വാഗതാർഹമെന്ന് ജി സുകുമാരൻ നായർ. കോൺഗ്രസിന് ഉറച്ച നിലപാടില്ലെന്നും ബി.ജെ.പി വിശ്വാസികൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. NSS നിലപാട് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. NSS നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ. ഓപ്പറേഷൻ നുങ്കൂറിൽ അന്വേഷണം ഊർജിതം. ഭൂട്ടാനിൽ നിന്നുമുള്ള കാർ കടത്തലിലെ കള്ളപ്പണ ഇടപാട് ഇഡി അന്വേഷിക്കും. GST വെട്ടിപ്പ് കേന്ദ്ര GST വിഭാഗവും അന്വേഷിക്കും. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയേക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ ഇടുക്കിയിൽ നിന്നും പിടികൂടി. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ വൻ പ്രതിഷേധം. സംഘർഷം, 4 പേർ കൊല്ലപ്പെട്ടു, 70 പേർക്ക് പരിക്ക്. പോലീസുകാരും സമരക്കാരും ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ ബി.ജെ.പി ഓഫീസിന് തീയിട്ടു. പോലീസ് വാഹനങ്ങൾക്ക് നേരെയും അതിക്രമം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്. 38 ദിവസങ്ങൾക്ക് ശേഷം MLA ഓഫീസിലെത്തിയ രാഹുലിനെ സ്വീകരിച്ച് പ്രാദേശിക നേതാക്കൾ. പ്രതിഷേധവുമായി ബി.ജെ.പി. മണ്ഡലത്തിൽ തുടരുമെന്നും പ്രതിഷേധം കണക്കിലെടുക്കുന്നില്ലെന്നും രാഹുൽ. വാർത്തകൾ വിശദമായി നോക്കാം. വ്യാജ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഓൺലൈനായി വോട്ട് ചേർക്കാനും വോട്ട് ഒഴിവാക്കാനും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വ്യാജ ഫോൺ നമ്പർ വഴി വോട്ടുകൾ ചേർക്കുകയും വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന് വിവരം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. വോട്ട് മോഷണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. കർണാടകയിൽ 6000 വോട്ടുകൾ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നുവെന്നും മഹാരാഷ്ട്രയിൽ വോട്ടുകൾ അധികമായി ചേർത്തുവെന്നുമായിരുന്നു ആരോപണം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും നിശിതമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന തരത്തിൽ ഓൺലൈൻ നടപടികളിൽ ക്രമീകരണം വരുത്തിയത്. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഇതോടെ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനും ചേർക്കാനും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ വേണം. വോട്ട് ചേർക്കൽ, വോട്ട് വെട്ടൽ, തിരുത്തൽ എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതോടെ അപേക്ഷ പൂരിപ്പിച്ചു നൽകുമ്പോൾ IT മന്ത്രാലയത്തിന്റെ സൈറ്റിലേക്കാണ് ആദ്യം പോകുക. ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ OTP വരികയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. വ്യാജ മൊബൈൽ നമ്പറുകൾ വഴി വോട്ട് വെട്ടുന്നത് ഇതുവഴി ഒഴിവാക്കാമെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് ബി.ജെ.പി വിമർശിക്കുമ്പോഴാണ് രാഹുൽ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് വോട്ടർ പട്ടിക കുറേക്കൂടി സുരക്ഷിതമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് മോഷണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. വോട്ട് കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബല്ല, പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. ബീഹാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സഖ്യ സർക്കാർ ഉണ്ടാക്കുമെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കുന്ന പുതിയ സ്മാർട്ട് പെട്രോളിംഗ് ആരംഭിച്ചു. ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന പെട്രോളിംഗ് വാഹനത്തിലെ സ്മാർട്ട് മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെയും വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റ് വിവരങ്ങളും ശേഖരിക്കുക. പിടികിട്ട പുള്ളികളെയും കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട വാഹനങ്ങളെയും ഉടൻ തന്നെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് പുതിയ സംവിധാനം. പെട്രോളിംഗ് വേളയിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പകർത്തുന്ന ക്യാമറ ചിത്രങ്ങൾ പ്രോസസ്സിംഗിനും വിശകലനത്തിനുമായി ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അയക്കുകയും തുടർന്ന് ഇവ ലഭ്യമായ ഡാറ്റാബേസുമായി താരതമ്യം ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ പിടികിട്ട പുള്ളികളെയും കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട വാഹനങ്ങളെയും വേഗത്തിൽ തിരിച്ചറിയുവാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും.
കുവൈറ്റിൽ വിവിധ ഗവർണറേറ്റുകളിലെ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയം 1 മണിയായി ഏകീകരിക്കുവാൻ ആലോചന. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇസ്ലാം കമ്മിറ്റി പ്രതിനിധി സംഘമാണ് മതകാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വാസ്മിക്ക് മുന്നിൽ ഇക്കാര്യം നിർദ്ദേശിച്ചത്. ഇസ്ലാമിലേക്ക് പുതിയതായി മതപരിവർത്തനം ചെയ്യുന്നവർക്കും ബിസിനസ് ഉടമകൾക്കും ജുമാ നമസ്കാരം നിർവഹിക്കാൻ ഇത് സൗകര്യപ്രദമാകുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇതിനായി വിവിധ ഗവർണറേറ്റുകളിൽ വിവിധ പള്ളികളിൽ തിരഞ്ഞെടുക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. ഇതിനു പുറമെ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ഖുതുബ പ്രഭാഷണങ്ങൾ വിവിധ ഭാഷകളിൽ തത്സമയം തർജ്ജിമ ചെയ്ത് QR കോഡ് ഉപയോഗിച്ച് വിശ്വാസികൾക്ക് ലഭ്യമാക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. വിശ്വാസികൾക്ക് സ്മാർട്ട് ഫോണുകൾ വഴി അവരുടെ മാതൃഭാഷയിൽ പ്രഭാഷണം വായിക്കാൻ ഇത് സഹായകമാകും. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ സ്വദേശി പൗരന് 14 വർഷം തടവ് ശിക്ഷ വിധിച്ച് ക്രിമിനൽ കോടതി. ഗാർഹിക തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതി മൃതദേഹം സാദ് അൽ അബ്ദുള്ളയിലെ വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നു. പ്രതിയുടെ മാനസിക നില വിലയിരുത്തുന്നതിനായി സൈക്യാട്രിക് ആശുപത്രിയിലേക്ക് അയച്ച ശേഷമാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. കൊലപാതകം മറച്ചുവെച്ചതിനും അധികാരികളെ അറിയിക്കാത്തതിനും പ്രതിയുടെ പിതാവ്, സഹോദരൻ, വിദേശിയായ ഭാര്യ എന്നിവർക്ക് 1 വർഷം തടവും കഠിനാധ്വാനവും കോടതി ശിക്ഷയായി വിധിച്ചു. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം വിപുലമായ പരിപാടികളോടെ സൗദിയുടെ 95ാം ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മീഡിയ ട്രെയിനിംഗ് അടക്കം വിവിധ പരിപാടികൾ അരങ്ങേറി. ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ജിദ്ദ ഷറഫിയ MRA ഓഡിറ്റോറിയത്തിൽ നടന്ന സൗദിയുടെ 95ാം ദേശീയ ദിനാഘോഷ ചടങ്ങിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. AM സജിദ് സൗദി ദേശീയ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഉപരിപഠനത്തിനായി യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ആശ്രയിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനി സൗദി അറേബ്യയിൽ മികച്ച അവസരങ്ങളുണ്ടെന്ന് സജിത്ത് വ്യക്തമാക്കി. പരിപാടിയിൽ മാധ്യമ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കബീർ കൊണ്ടോട്ടി, ഗഫൂർ കൊണ്ടോട്ടി എന്നിവർ ക്ലാസുകളെടുത്തു. തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ വഹീദ് സമാൻ, സാദിഖ് തുവൂർ, സുൽഫിഖ് റദായി, സാബിത്ത് സലീം, സാലിഹി എന്നിവർ പങ്കെടുത്ത് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ചടങ്ങിൽ സൗദി സ്പെഷ്യൽ സൊവനിയർ കവർ പ്രകാശനം ചെയ്തു. സുനീർ KT, ബിജു രാമന്തലി എന്നിവർ സംസാരിച്ചു. ഇബ്രാഹിം ഷംനാഥ്, സിറാജ് PK എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. സുൽഫിഖ് റദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് അന്നം നൽകുന്ന രാജ്യത്തിന് ജീവരക്തം എന്ന മുദ്രാവാക്യവുമായി ജിദ്ദ KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ച് സ്ത്രീകളടക്കം 100-ൽ പരം പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് രക്തദാന ക്യാമ്പും നടന്നു. കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ നാഫോ ഗ്ലോബൽ കുവൈറ്റ് ഓണച്ചമയം 2025 എന്ന പേരിൽ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിച്ചു. രക്ഷാധികാരി ശ്രീ സുനിൽ പാറയ്ക്കപ്പാടത്ത് ചടങ്ങ് വിളക്ക് കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ഉത്സവമെന്ന നിലയിൽ ഓണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷാധികാരി തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ഓണം വെറും ഒരു വിളവെടുപ്പ് ഉത്സവമല്ല, സമത്വം, സാഹോദര്യം, പങ്കിട്ട സമൃദ്ധി എന്നീ കേരളത്തിന്റെ കാലാതീതമായ മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഫിലിപ്പീൻസ് വീട്ടുജോലിക്കാരിക്ക് വധശിക്ഷ. കുട്ടിയെ വാഷിംഗ് മെഷീനുള്ളിൽ കിടത്തി പ്രവർത്തിപ്പിച്ചതും മരണത്തിലേക്ക് നയിച്ചതും വീട്ടുജോലിക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് രക്ഷിക്കാൻ പിതാവ് ശ്രമിച്ചുവെങ്കിലും കുട്ടി ഇതിനകം മരിച്ചതായി മെഡിക്കൽ സ്റ്റാഫ് സ്ഥിരീകരിച്ചു. കുറ്റകൃത്യം മനഃപൂർവ്വമാണെന്നും മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകമാണെന്നും വാദിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂഷൻ ക്രിമിനൽ കോടതിയെ വധശിക്ഷ വിധിക്കാൻ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് അന്നം നൽകുന്ന രാജ്യത്തിനു വേണ്ടി ജീവരക്തം എന്ന മുദ്രാവാക്യവുമായി ജിദ്ദ KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് ഈ പരിപാടി നടന്നത്. ചൊവ്വാഴ്ച അന്തരിച്ച സൗദി ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഭാ മേധാവിയും ഫത്വ കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുൾ അസീസ് ആലു ഷെയ്ഖിന്റെ മൃതശരീരം ഇന്നലെ റിയാദ് ദീരയിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള മസ്ജിദിൽ കബറടക്കി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാര അടക്കമുള്ളവർ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. 1943 മക്കയിൽ ജനിച്ച ആലു ഷെയ്ഖ് 8ാം വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവൻ
പ്രശസ്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ പണ്ഡിതന്മാരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. ഗ്രാൻഡ് മുഫ്തിയുടെ വേർപാടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഇസ്ലാം ശാന്തിയുടെ സന്ദേശമാണെന്ന് ലോകത്തോട് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു ആലു ഷെയ്ഖ് എന്ന് പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അനുശോചന സമ്മേളനത്തിൽ പറഞ്ഞു. കുവൈറ്റിൽ വ്യാജരേഖ ചമച്ച് പ്രവാസികൾക്ക് മേൽ വിലാസം നിർമ്മിച്ചു നൽകി പണം തട്ടുന്ന 7-അംഗ സംഘത്തെ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. സിവിൽ ഇൻഫർമേഷൻ കാര്യാലയത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിച്ചത്. ഇതിനായി ഓരോ ഇടപാടിനും 120 ദിനാർ ഇയാൾ ഏജന്റുമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി. പിടിക്കപ്പെടാതിരിക്കുവാൻ ചില ഇടപാടുകൾക്ക് പണത്തിന് പകരമായി ഇയാൾ തത്തുല്യ തുകയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങളും വ്യാജ ഒപ്പുകളും ഉപയോഗിച്ചാണ് ഇയാൾ ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇവരിൽ നിന്നും ഡെലിവറിക്ക് തയ്യാറായ നിരവധി രേഖകളും 5000 ദിനാറും പിടിച്ചെടുത്തു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 കർട്ടൻ റൈസർ കിക്ക് ഓഫ് ടു ഗ്ലോറി ദുബായിലെ അൽ നഹ്ദയിലുള്ള അൽ അഹ്ലി സ്പോർട്സ് ഹാളിൽ നടന്നു. നടനും അവതാരകനുമായ മിഥുൻ രമേശും ഷാനു സുരേഷും അവതാരകരായ താര സന്ധ്യ എന്നിവർ പങ്കെടുത്ത പരിപാടി കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം പ്രതിഫലിപ്പിച്ച ആഘോഷമായി മാറി. പൃഥ്വിരാജ് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ പ്രമുഖരായ ക്ലബ്ബുടമകൾ പങ്കെടുത്ത താരസന്ധ്യയായിരുന്നു സൂപ്പർ ലീഗ് കേരള സീസൺ 2 കർട്ടൻ റൈസർ കിക്ക് ഓഫ് ടു ഗ്ലോറി. സൂപ്പർ ലീഗ് കേരളയുടെ ഫ്രാഞ്ചൈസി ഉടമകളും മറ്റു പങ്കാളികളും ചടങ്ങിൽ പങ്കെടുത്തു. മത്സര ദിനങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള അന്തരീക്ഷമാണ് പ്രവാസി മലയാളികൾ ദുബായിലെ അൽ അഹ്ലി സ്പോർട്സ് ഹാളിൽ സൃഷ്ടിച്ചത്. സീസൺ 2 ഔദ്യോഗിക മാച്ച് ബോൾ സാഹോയുടെ അനാച്ഛാദനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ലോകോത്തര നിലവാരം ലീഗിലേക്ക് കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്ത ഫിഫ അംഗീകൃത പന്താണ് സാഹോ. സൂപ്പർ ലീഗ് കേരള കിരീടവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. SLK മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ, ഡയറക്ടറും സിഇഒയുമായ മാത്യു ജോസഫ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, NA ഹാരിസ്, ഡോക്ടർ ഷംഷീർ വയലിൻ, വേണു രാജാമണി, ഹാരിസ് മീരാൻ, ചാരു ശർമ്മ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, ദുബായ്. ഭൂട്ടാൻ വഴിയുള്ള കാർ കടത്ത് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. നിലവിലെ അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് മറ്റ് ഏജൻസികൾക്ക് കൈമാറും. EDയും GST വകുപ്പും അന്വേഷണം നടത്തും. എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിക്കും. കാർ കടത്തിന് പിന്നിൽ വൻ സംഘം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിപുലീകരിക്കുന്നത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GST വകുപ്പ് അന്വേഷിക്കും. കാർ കടത്തലിന് കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാകും EDയുടെ അന്വേഷണ പരിധിയിൽ വരിക. കേസിലെ പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് ഉടൻ മറ്റ് ഏജൻസികൾക്ക് കൈമാറും. അതിനുശേഷമാകും അന്വേഷണം. അതേസമയം തന്റെ പക്കലിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം കടത്തിക്കൊണ്ടുവന്നതല്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. തന്റെ കൈവശമുള്ള ലാൻഡ് ക്രൂസർ വാഹനം 1999 ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണ്. 5 വർഷമായി ഇത് ഉപയോഗിച്ചു വരുന്നു. കൈവശമുള്ള രേഖകളെല്ലാം കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും അമിത് വ്യക്തമാക്കി. കോയമ്പത്തൂരിലെ വാഹനക്കടത്ത് സംഘത്തെക്കുറിച്ച് കസ്റ്റംസ് ചോദിച്ചതായും അമിത് ചക്കാലക്കൽ പറഞ്ഞു. ഇവരിൽ നിന്നും പഴയ വാഹനങ്ങളുടെ പാർട്സ് വാങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തിയതായും അമിത് അറിയിച്ചു. പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങൾ തന്റെ പരിചയത്തിൽ ഗ്യാരേജിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൊണ്ടുവന്നവയാണെന്നും അമിത് വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരെയും കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യും. നിലവിൽ 36 വാഹനങ്ങളാണ് കസ്റ്റംസ് കേരളത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. 150ഓളം വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് വിവരം. മറ്റു വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരും. അമൃത ന്യൂസ്, കൊച്ചി. ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഇടുക്കി അടിമാലിയിലും പരിശോധന. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് അടിമാലിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തിരൂരിൽ നിന്നുമാണ് ഇവർ വാഹനം വാങ്ങിയത്. വിവാദങ്ങൾക്കിടെ 1 മാസത്തിന് ശേഷം മണ്ഡലമായ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. കോൺഗ്രസ് പ്രാദേശിക ഘടകം രാഹുലിനെ അഭിവാദ്യം ചെയ്ത് ചേർത്ത് നിർത്തി. BJP പ്രവർത്തകർ ചൂലും പിടിച്ചാണ് പ്രതിഷേധിച്ചത്. മണ്ഡലത്തിൽ തുടരുമെന്നും പ്രതിഷേധം കണക്കിലെടുക്കുന്നില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയേണ്ടതില്ല എന്ന നിലപാടിലാണ് CPM. ലൈംഗിക ആരോപണത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും ഏറ്റുവാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ 1 മാസത്തിലേറെയായി പത്തനംതിട്ടയിലെ വീട്ടിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തലസ്ഥാനത്ത് വന്നതൊഴിച്ചാൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് പൊതുമണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുന്നത്. മണ്ഡലമായ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് BJPയും DYFIയും ഇത്രയും നാൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയോടെ രാഹുൽ പാലക്കാട്ടെത്തി. കോൺഗ്രസ്
നേതാവിന്റെ അടുത്ത ബന്ധുവിന്റെ മരണത്തിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തോടെ മണ്ഡലത്തിലെത്തിയ രാഹുൽ നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ചു. നാട്ടുകാരെ നേരിൽ കണ്ടും കുശലം പറഞ്ഞും ഏറെ നേരം മണ്ഡലത്തിൽ ചെലവഴിച്ചു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ അഭിവാദ്യം ചെയ്ത് ചേർത്ത് നിർത്തി. ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കളുമായി മണ്ഡലത്തിൽ വെച്ച് രാഹുൽ കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിലെത്തിയ രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധവുമായി BJPയും DYFIയും രംഗത്തു വന്നു. ചൂലും പിടിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോളാമ്പി സമരവുമായാണ് DYFI രംഗത്ത് വന്നത്. വൈകിട്ടോടെ MLA ഓഫീസിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു. മണ്ഡലത്തിൽ തുടരുമെന്നും പ്രതിഷേധം പ്രശ്നമില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. അതേസമയം സംഘർഷം കണക്കിലെടുത്ത് MLA ഓഫീസിന് ചുറ്റും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീ ശാക്തീകരണ രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും അമ്മയും മഠവും നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിരവധിയായ പ്രവർത്തനങ്ങളാണ് അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ ആദരം അമ്മയ്ക്ക് സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയുടെ പിറന്നാൾ ഈ മാസം 27-ാം തീയതി അതിവിപുലമായി ആഘോഷിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിരവധിയായ പ്രവർത്തനങ്ങളാണ് മഠത്തിൻ്റെ നേതൃത്വം നടന്നു വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണ രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും മഠം നടത്തുന്ന സേവന സന്നദ്ധമായ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. കൂടാതെ ഈ വർഷത്തെ പിറന്നാൾ ആഘോഷത്തിന് പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ട അമ്മ UN-ൽ നടത്തിയ മലയാള പ്രസംഗം അതിൻ്റെ 25-ാം വർഷം കൂടി ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ അസംബ്ലിയിൽ ഒരു വനിത മലയാള ഭാഷയിൽ ആദ്യമായി പ്രസംഗിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടത്തിനുടമയായി അമ്മ മാറുന്നു എന്നതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ഒരാദരവ് ഈ അവസരത്തിൽ അമ്മയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. 26-ാം തീയതി മന്ത്രി എന്ന നിലയിൽ നേരിട്ട് മഠത്തിൽ ചെന്ന് അമ്മയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ആയുസ്സും ആരോഗ്യവും അമ്മയ്ക്ക് ഉണ്ടാകട്ടെ. തുടർന്നും കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് വിദ്യാഭ്യാസ ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള നല്ല മനസ്സും കരുത്തും അവർക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആത്മീയ രംഗത്ത് പ്രകാശം പരത്തുന്ന ലോകമാതാവായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് പിറന്നാളാശംസകൾ നേർന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലാളിത്യത്തിന്റെ പ്രതീകമാണ് അമ്മ. അമ്മയുടെ അനുഗ്രഹം തേടിയാൽ അതെന്നും മനസ്സിലുണ്ടാകും. മനസ്സിൽ പ്രകാശം പരത്തി ജീവിക്കാനുള്ള പ്രത്യാശ അമ്മ നൽകുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ആത്മീയ രംഗത്ത് പ്രകാശം പരത്തി നൽകുന്ന ലോകമാതാവായ ശ്രീമതി അമൃതാനന്ദമയി ദേവിയുടെ 72ാമത് ജന്മദിനത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് അമ്മ. അമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം തേടിയാൽ അവരുടെ ലാളിത്യവും അവരുടെ സ്നേഹവും തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. ആത്മീയ രംഗത്ത് പ്രശോഭിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തും മാധുര ശുശ്രൂഷ രംഗത്തും എല്ലാം വിസ്മയകരമായ നേട്ടങ്ങളാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള മിഷനുകൾ എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി ലോകവ്യാപകമായി ഇന്ന് അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അമ്മ എല്ലാവർക്കും ജീവിക്കാൻ മനുഷ്യരെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രകാശം പരത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യാശയും നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ പിൻബലവും നൽകിക്കൊണ്ടാണ് അമ്മ പ്രവർത്തിക്കുന്നത്. ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും അമ്മയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ ശിഷ്യഗണങ്ങളും കൂടുതൽ ഭക്തരും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. കേരളത്തിലാണ് അമ്മയുടെ ആസ്ഥാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ജന്മദിനം ലോകം മുഴുവൻ കൊണ്ടാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഊഷ്മളമായ ജന്മദിനാശംസകൾ അമ്മയ്ക്ക് നേരുകയാണ്.
സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു യുവജന വിഭാഗം. അതാണ് അയുധ് എന്ന അമൃത യുവധർമ്മധാര. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര യുവജന പ്രസ്ഥാനം പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും സാമൂഹിക ഇടപെടലിന്റെയും മാർഗത്തിലൂടെ ലോകത്തെ ഒരു കുടുംബമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ ഈ മഹത്തായ ആശയം മുൻനിർത്തിയുള്ള അയുധിന്റെയും പ്രവർത്തനങ്ങൾ ലോകത്തിനാകമാനം മാതൃകയാണ്. നിർഭയമായി പ്രവർത്തിക്കുക, അത് മാത്രമേ വിജയം കൊണ്ടുവരൂ. മുന്നോട്ടുള്ള ഈ പാത സ്വയം വെളിപ്പെടും. ഭയമല്ല, ധൈര്യമാണ് നമ്മെ നയിക്കേണ്ടത്. അപ്പോൾ ധൈര്യം, ബുദ്ധിശക്തി, കഴിവ് എന്നിവ സ്വയം പ്രകാശിക്കും. അമ്മയുടെ ഈ വാക്കുകൾ മുൻനിർത്തിയാണ് 1985 സെപ്റ്റംബർ 1 അമൃത യുവധർമ്മധാര എന്ന അയുധ് രൂപമെടുത്തത്. സമൂഹ നന്മയ്ക്കായുള്ള ആശയങ്ങൾ അത് പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശാരീരിക മാനസിക ഊർജം കൊണ്ട് ഏറെ കഴിയുന്നത് യുവജന വിഭാഗത്തിനാണ്. സാമൂഹിക ഇടപെടലുകളിലൂടെ തിന്മകളെ ഉന്മൂലനം ചെയ്ത് നന്മയുടെ വെളിച്ചമാകാൻ യുവജന വിഭാഗത്തിന് കഴിയും. ഈ ആശയങ്ങൾ മുറുകെ പിടിച്ചാണ് അയുധ് എന്ന യുവ പോരാളികൾ ലോകത്തിനാകെ ഇന്ന് മാതൃകയായി വളർന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ആശയം എങ്ങനെയാണെന്ന് വെച്ചാൽ 4 തൂണുകളിലായിട്ടാണ് അയുധ് നിലനിൽക്കുന്നത്. ഒന്നാമതായിട്ട് പ്രകൃതി സംരക്ഷണം. അപ്പം അയുധ് വളരെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾ നടത്തി വരുന്നു. രണ്ടാമതായിട്ട് സാമൂഹ്യ സേവനമാണ്. ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലാവട്ടെ, ആവശ്യമുള്ളവന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്നവർക്ക് സഹായം എത്തിക്കുക, സാമൂഹികമായിട്ട് സപ്പോർട്ട് വേണ്ടിടത്ത് അതെത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലും അയുധ് വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു. മൂന്നാമതായിട്ട് വ്യക്തിത്വ വികാസം. അതിനുവേണ്ടി ധാരാളം വർക്ക്ഷോപ്പുകളും ക്യാമ്പയിനുകളും ഒക്കെ അയുധ് നടത്തി വരുന്നു. ശിബിരങ്ങൾ, ധാരാളം ക്യാമ്പുകൾ കേരളത്തിലുടനീളം, ഭാരതത്തിലുടനീളം, മാത്രമല്ല ലോകത്തെല്ലായിടത്തും, ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അയുധ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തി വരുന്നു. ഇതുകൂടാതെ 4മതായിട്ട് നമ്മൾ വരുന്നത് ഒരു സാംസ്കാരിക വിനിമയം. അതായത് നമ്മുടെ സംസ്കാരത്തെയും അതിൻ്റെ വളരെ ആഴത്തിലുള്ള കനികളെയും അതിൻ്റെ ഒരു നിധിയെ, സാംസ്കാരിക നിധിയെ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യുവത്വം, അതും കൂടെ അയുധിൻ്റെ ഒരു 4മത്തെ വിഷനാണ്. ധർമ്മചക്രം അഥവാ നീതി നിലനിർത്തുന്ന യുവത്വം എന്നാണ് അമൃത യുവധർമ്മധാര എന്ന പേരിന്റെ അർത്ഥം. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അയുധ് എന്ന യുവജന പ്രസ്ഥാനം ഇന്ന് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ആത്മീയ മൂല്യങ്ങളിലൂടെയും ആന്തരിക വികസനത്തിലൂടെയും ആദ്യം സ്വയം ശുദ്ധീകരിക്കുന്ന അയുധിലെ ഓരോ അംഗങ്ങളും സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പ്രവൃത്തിയിലൂടെ ഉത്തരമാകുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, സാമൂഹിക ഉന്നമനത്തിനായുള്ള വിവിധ ക്യാമ്പയിനുകൾ എന്നിവ വിജയകരമായി നടപ്പിലാക്കുന്ന ഈ യുവജന കൂട്ടായ്മയിൽ വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് അംഗങ്ങളായുള്ളത്. സമാധാനപരവും കാരുണ്യപൂർണവുമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കണം എന്ന അമ്മയുടെ സ്വപ്നങ്ങൾ അയുധിന്റെ ചിറകിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ന് വാർത്തയിലേക്ക്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാരിനെ ചേർത്ത് നിർത്തുന്ന NSS നിലപാട് തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ നേതൃത്വം കരുതലോടെയാണ് വീക്ഷിക്കുന്നത്. ആചാര സംരക്ഷണത്തിൽ സർക്കാരിനെ വിശ്വാസമെന്ന് ആവർത്തിക്കുന്ന G. സുകുമാരൻ നായർ BJPയെയും കോൺഗ്രസിനെയും തള്ളിപ്പറയുമ്പോൾ അയ്യപ്പ സംഗമം വിജയിച്ചുവെന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ NSS നിലപാടിൽ ആശങ്കയുണ്ടെങ്കിലും കോൺഗ്രസ് തൽക്കാലം നിശബ്ദത പാലിക്കുകയാണ്. ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന BJPക്ക് പക്ഷേ NSS നിലപാട് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി സൂക്ഷ്മമായി പഠിച്ച CPM ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് പുറത്തെടുത്തത്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ആ നീക്കം മറനീക്കി പുറത്തുവരികയും ചെയ്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി NSS നിലപാടിനെ CPM വിലയിരുത്തുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സർക്കാരിനെതിരെ പരസ്യമായി തിരിഞ്ഞ NSS ഇക്കാലമത്രയും CPMനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്ന് CPM നിലപാട് പരസ്യപ്പെടുത്തിയതോടെ സർക്കാരിനെ ചേർത്ത് നിർത്തി NSS തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി. ശബരിമല ആചാര സംരക്ഷണത്തിന് BJPയും കോൺഗ്രസും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന G. സുകുമാരൻ നായരുടെ വാക്കുകൾ CPMന് ലഭിക്കുന്ന രാഷ്ട്രീയ നേട്ടം ചെറുതല്ല. ഇത്രയും വർഷം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാമായിരുന്നിട്ടും സർക്കാർ അത് ചെയ്തില്ലല്ലോ എന്ന സുകുമാരൻ നായരുടെ വിലയിരുത്തൽ ഇടതുപക്ഷത്തോടുള്ള പെരുന്നയിലെ ബന്ധം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പ്രതിനിധി അയച്ചിരുന്നു. ഏറെ സന്തോഷകരമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതിൽ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും.
എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. NSSന്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. NSSന്റെ നിലപാടിനെ SNDPയും സ്വാഗതം ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. പണ്ടായിരുന്ന സ്ത്രീ പ്രവേശനം എന്നുള്ള ഐഡിയ ഇന്ന് ഗവൺമെൻറ് ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെടുകയും നമ്മുടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇഷ്യൂവിൽ അവർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നു. പെരുന്നയിലേക്കുള്ള സർക്കാരിന്റെ അകലം മാറിയതോടെ കനത്ത തിരിച്ചടിയാകുന്നത് UDFനാണ്. ആശങ്കയിലായ കോൺഗ്രസ് കരുതലോടെ നീങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവിനോടുള്ള NSSന്റെയും SNDPയുടെയും വ്യക്തിവിരോധം കോൺഗ്രസിനുള്ളിൽ ചർച്ചയാകുന്നു. VD സതീശനോടുള്ള G സുകുമാരൻ നായരുടെ സമീപനത്തിന്റെ നേട്ടമാണ് CPM മുതലെടുക്കുന്നതെന്ന വിമർശനം കോൺഗ്രസിൽ എതിർവിഭാഗം ശക്തിപ്പെടുത്തുന്നു. എന്നാൽ യുവതീ പ്രവേശന സമയത്തെ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നിലപാട് ഉയർത്തിക്കാട്ടി ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താമെന്നും UDF കണക്കുകൂട്ടുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവരെ ചേർത്തു നിർത്തുന്ന BJP NSS നിലപാട് ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ക്രൈസ്തവരെ ഒപ്പം നിർത്തുമ്പോൾ ഭൂരിപക്ഷം അകലം പാലിക്കുമെന്ന ആശങ്കയിലാണ് BJP നേതൃത്വവും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധം അക്രമാസക്തമായതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ഓഫീസ് ആക്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയും പോലീസ് വാഹനം കത്തിക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് 2019 ഓഗസ്റ്റ് 5 ജമ്മു കശ്മീർ 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ജമ്മു കശ്മീർ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറി. ലേയും കാർഗിലും സമീപിച്ച് ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായി. ലഡാക്കിന്റെ ഈ പ്രദേശത്തിനാണ് ഇപ്പോൾ പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.